ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവന്തിക്ക് ഒരു കുഞ്ഞിനെ ദത്തെടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നീ അത് ചിന്തിച്ചോ? സ്വന്തം മകളായിട്ടൊരു കുഞ്ഞിനെ ഏതെങ്കിലും ഒരു ഓർഫനേജിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയോ? അപ്പൊ നിങ്ങൾ വല്ല ഫ്രണ്ട്സ് ആയല്ലേ? വെറും ഫ്രണ്ട്സ് അല്ല, അതിനേക്കാളും വലിയ ബന്ധാ ഇപ്പൊ ഞങ്ങള് തമ്മില്, അല്ലേ ചിപ്പി മോളെ? അതെ, രക്തബന്ധമാ ഞങ്ങള് തമ്മില്. അല്ല, അമ്മു എന്തൊക്കെ എവിടെ? അവരവിടെ വരാൻ ഇരിപ്പുണ്ട്. അമ്മേ, ഞാൻ വേറെ വിളിച്ചിട്ട് വരട്ടെ. അവരെന്റെ നല്ല ഫ്രണ്ട്സാ. ഞാൻ അവരെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി തരാം. ശരി, ഞാനും ചിപ്പി മോളെ ഇവിടെ നിക്കാം. മോള് പോയി അവരെ വിളിച്ചോണ്ട് വാ. ഇനി എന്നും ഗൗരിയെ കൊണ്ടിടാൻ അമ്മ തന്നെ വരൂ. അതെന്താ അങ്ങനെ ചോദിച്ചേ? അപ്പോ എനിക്ക് അമ്മയെ എന്നും കാണാലോ. അതിനെന്താ, അമ്മ ഇനി ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ വരാം. അമ്മയ്ക്ക് മോളെയും കാണാലോ. ഗൗരി, നീ എപ്പോഴാ വന്നേ? ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. എന്റെ കൂടെ പെട്ടെന്ന് വന്നാലേ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ആരെ? അതൊക്കെ പറയാം, നിങ്ങൾ വാ. ബെല്ലടിക്കാൻ സമയായി. അതിനു മുമ്പ് നമുക്ക് പോയിട്ട് തിരിച്ചു വരാം. വാ. ആരാന്ന് പറ ഗൗരി. അത് പറഞ്ഞാലേ നിങ്ങൾ വരൂ. എങ്കി പറയാം, എന്റെ അമ്മ വന്നിട്ടുണ്ട്. ആഹാ, അത് കൊള്ളാലോ. എന്നാ പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ പോയി കാണാം. എത്ര നാളായി നീ ഞങ്ങൾക്ക് അമ്മയെ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞിട്ട്? അതുകൊണ്ടല്ലേ വരാൻ പറഞ്ഞത്. അമ്മ അവിടെ ചിപ്പിനോട് സംസാരിച്ചോണ്ട് നിക്കുവാ. ആണോ? എന്നാ വാ. എന്നാ ഞങ്ങൾ പോയിട്ട് വരാവേ. അയ്യോ, ബെല്ലടിച്ചു. വേഗം വാ, നമുക്ക് തിരിച്ചു പോയാലോ. ടീച്ചർ വഴക്കു പറയും. സാരമില്ല, സെക്കൻഡ് ബെല്ലിന് മുമ്പ് നമുക്ക് ക്ലാസ്സിൽ കയറിയാൽ മതി. അമ്മു, ഗൗരി, അവിടെ നിക്ക്. ബെല്ലടിച്ച സമയത്ത് ക്ലാസ്സിൽ കയറാതെ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? അത് പിന്നെ ഗൗരിയുടെ അമ്മയെ കാണാൻ. ബെല്ലടിച്ച ശേഷം ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല നിങ്ങൾക്ക് അറിയില്ലേ? ടീച്ചർ, ഞാൻ എന്റെ അമ്മയെ ഇവർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനാ. ക്ലാസ് ടൈമിലാണോ പരിചയപ്പെടുന്നത്? അതൊക്കെ പിന്നീടാവാം. വേഗം ക്ലാസ്സിൽ പോയേ. പോകാനല്ലേ പറഞ്ഞേ? ഇല്ലെങ്കിൽ ഫസ്റ്റ് പീരീഡ് ക്ലാസ്സിന് പുറത്ത് നിൽക്കേണ്ടി വരും. മനസ്സിലായോ? പൊക്കോ. വെറുതെ അല്ല, ഈ ടീച്ചറിനും കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ലാത്തെ. അമ്മയോട് നിങ്ങളെ കൊണ്ട് വരാന്നാ ഞാൻ പറഞ്ഞേ. സാരമില്ല, നമുക്ക് വേറൊരു ദിവസം കാണാം. അവരെ കാണുന്നില്ലല്ലോ അമ്മേ. ചിലപ്പോ ബെല്ലടിച്ചതുകൊണ്ട് അവര് ക്ലാസ്സിൽ കയറി കാണും. ബെല്ലടിച്ചു കഴിഞ്ഞ് ക്ലാസ്സിൽ നിന്ന് പുറത്തുപോയാ പണിഷ്മെന്റ് കിട്ടും. എന്നാ പിന്നെ അവരിനി വരില്ല. ഇനി വേറൊരു ദിവസം അവരെ പരിചയപ്പെടാം. അല്ലെങ്കിൽ ഗൗരിമോളുടെ കൂടെ ഒരു ദിവസം എല്ലാവരും കൂടി വീട്ടിലേക്ക് വന്നാ മതി. നമുക്ക് അവിടെ കൂടാം. ആ, അത് നല്ല ഐഡിയ. അപ്പൊ ഒരു ദിവസം ഫുള്ളും നമുക്ക് അടിച്ചു പൊളിക്കാം. പക്ഷെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോവാൻ എന്റെ അമ്മ സമ്മതിക്കുമെന്നാ എന്റെ സംശയം. അതൊക്കെ സമ്മതിക്കും. അമ്മേ, സെക്കൻഡ് ബെല്ലടിച്ചു. ഞാൻ പോട്ടെ. ശരി കേട്ടോ. ശരി. എന്തായി പോയ കാര്യം?
എന്തെങ്കിലും വിവരം കിട്ടിയോ? അതോ യാത്ര വെറുതെ ആയോ? ഇല്ല, നമ്മുടെ യാത്ര കറക്റ്റ് ആയിരുന്നു. എന്തെങ്കിലും ചെറിയ വിവരം മാത്രമല്ല അവിടുന്ന് കിട്ടിയത്, ആ കുട്ടിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കിട്ടി. നമ്മൾ സംശയിച്ചത് ശരിയാ. എന്റെ ചേച്ചി ആ കുട്ടിയെ ദത്തെടുത്തത് തന്നെയാ. എന്തായിരുന്നു കുഞ്ഞിനെ കൊണ്ടുകൊടുത്ത ആ തമിഴ് ദമ്പതികളുടെ പേര്? മുരുകനും കനിമൊഴിയും. അപ്പോ മുരുകനും കനിയുമാണ് കുട്ടിയുടെ യഥാർത്ഥ അച്ഛനും അമ്മയും? അതെ, 3 വയസ്സ് കഴിഞ്ഞപ്പോഴാ ചേച്ചി കുട്ടിയെ അവിടുന്ന് ദത്തെടുത്തത്. അതിന്റെ ലീഗൽ ഡോക്യുമെന്റ്സ് എല്ലാം അവിടെ തന്നെയുണ്ട്. പക്ഷെ അതൊന്നും ആ സ്വാമി നമ്മളെ കാണിക്കില്ല. അവരെ കുറിച്ചുള്ള ഒരു രഹസ്യവും ആരോടും പറയുകയില്ല. ആ ജോലിക്കാരി പറഞ്ഞുകൊണ്ട് മാത്രമാ ഇതെല്ലാം അറിയാൻ സാധിച്ചത്. സത്യത്തിൽ എനിക്കിത് കേട്ടിട്ട് അത്ഭുതമാണ് തോന്നുന്നത്. അവന്തിക്ക് ഒരു കുട്ടിയെ ദത്തെടുത്തു എന്ന് വിശ്വസിക്കാൻ എനിക്കൊരിക്കലും പറ്റുന്നില്ല. ഒരു കുട്ടിയെ വളർത്താൻ മാത്രമുള്ള സ്നേഹവും വാത്സല്യവും ഒന്നും അവന്തികയുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാവരോടും പകയും പ്രതികാരവും മാത്രം മനസ്സിലുള്ള അവൾക്ക് എങ്ങനെ ഒരു കുഞ്ഞിനെ സ്നേഹിക്കാൻ കഴിയും? ഏയ്, ഒരു വഴിയുമില്ല. ഇതിനു പിന്നില് മറ്റെന്തോ നിഗൂഢമായിട്ടുള്ള ഒരു പദ്ധതി അവന്തിക്കുണ്ട്. എന്തെങ്കിലും ഒരു ലക്ഷ്യം മുന്നിൽ കാണാതെ അവളൊന്നും ചെയ്യില്ല. എന്ത് ലക്ഷ്യം? ചിലപ്പോ മനസ്സ് മാറിയതാണെങ്കിലോ? ഒരാളുടെ മനസ്സ് മാറാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ. മനുഷ്യരുടെ അല്ലേ മനസ്സ് മാറൂ. എന്റെ ചേച്ചിയെ മനുഷ്യരുടെ ഗണത്തിൽ കൂട്ടാൻ പറ്റത്തില്ലല്ലോ. ചതിക്കാനും വഞ്ചിക്കാനും മാത്രമല്ലേ അവർക്കറിയൂ. ധനുഷേട്ടൻ പറഞ്ഞത് തന്നെയാ ശരി. ഇതിന് പിന്നിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട്. അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. തൽക്കാലം ഈ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ ഇനി എന്താ പ്ലാൻ? മുരുകനെയും കനിയും അന്വേഷിച്ച് തക്കലയ്ക്ക് പോകാനാണോ? അതെ, പോകണം. അല്ലാതെ വേറെ വഴിയില്ല. നമ്മൾ എന്തിനാണ് അതിന്റെയൊക്കെ പിന്നാലെ നടക്കുന്നേ? എന്ത് ഗൂഢപദ്ധതിക്കായാലും അവരൊരു കുഞ്ഞിനെ ദത്തെടുത്തതിന് നമുക്കെന്താ? ഒന്നുമില്ലേ? നീ കാര്യങ്ങൾ മനസ്സിലാക്കാതെ എന്നെ സംസാരിക്കുന്നത്. അവന്തിക്ക് ഒരു കുഞ്ഞിനെ ദത്തെടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നീ അത് ചിന്തിച്ചോ? സ്വന്തം മകളായിട്ടൊരു കുഞ്ഞിനെ ഏതെങ്കിലും ഒരു ഓർഫനേജിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയോ? ആ കുഞ്ഞിന്റെ സുരക്ഷിതത്വവും സന്തോഷവും ഭാവിയും അവർക്ക് ഉറപ്പ് കൊടുക്കണം. അതല്ലേ ധനുഷേട്ട ഉദ്ദേശിച്ചത്? അത് തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അതിന്റെ നടപടിക്രമങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്.